ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. അതായത് എന്നെക്കുറിച്ചൊക്കെ കുറേ ആൾക്കാർ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ വളരെയധികം മോശമായിട്ട് ഇടുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഫേസ്ബുക്ക് എന്താ പറയുക, തന്ത വൈബും തള്ള വൈബും ഉള്ളതും ഇൻസ്റ്റാഗ്രാം യൂത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ചിലർ ചിരിക്കാറുണ്ട്. ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, അവരൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനുണ്ട്. ഞാനൊക്കെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരും കാണാനില്ല ഈശ്വരാന്ന് പല പ്രാവശ്യം ചിന്തിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്തൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് ഒന്നും ഇടാറുമില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമ്മൾ പറയുന്നതും കേൾക്കാൻ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രമേ ഓരോരുത്തർ കേൾക്കുള്ളൂ, നമ്മൾ പറയുന്നത് കേൾക്കൂല എന്നൊക്കെ ചിന്തിച്ച ചുമ്മാതാ. എനിക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് 80K, യൂട്യൂബിൻ്റെ അകത്ത് 44K, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് 180K, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഫോളോവേഴ്സ് ഉള്ളത്. അപ്പം ഈ ഫോളോവേഴ്സിൻ്റെ ഇരട്ടി ആൾക്കാർ എൻ്റെ ഓരോരോ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, വെറുതെ നമ്മൾ പേടിക്കുന്നത്, നമ്മളത് കേൾക്കാനും നമ്മളുടെ ഇത് കാണാനും നമ്മളെ അറിയാനും ആരുമില്ല എന്നുള്ള പൊട്ട ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ആ ഒരു ശരിക്കും എനിക്കത് മാറി എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഫോളോവേഴ്സിനെക്കാട്ടിൽ ഇരട്ടി ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളതും കേൾക്കാൻ ആളുണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഉൾക്കൊള്ളുന്നോ ഉൾക്കൊള്ളാത്തതോ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷെ പറയുക എന്നുള്ളത് നമ്മുടെ കാര്യം. എന്താ വെച്ചാൽ എൻ്റെ ഒരു ബ്രദറുണ്ട്, കസിൻ ബ്രദറാണ്. ആളെന്നോട് എപ്പോഴും എന്നോട് പറയാറുണ്ട്, എനിക്കെന്താ വെച്ചാൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്നിനും തലവെക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് കംഫർട്ടാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ പൊതുവെ ഞാൻ ഇൻ്റർവ്യൂസ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അവനെപ്പോഴും എന്നോട് പറയും, നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞിട്ടേ മറ്റുള്ളവർ കേൾക്കുള്ളൂ. മറ്റുള്ളവരൊക്കെ കേൾക്കുന്ന മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ്. അപ്പം നീ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിനക്ക് എന്താണോ പറയാനുള്ളത് അത് നീ മറ്റുള്ളവരോട് പറയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കുറേ മോട്ടിവേഷനായി. കുറേ ചാനൽസിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ഇൻ്റർവ്യൂസ് ചോദിച്ചു വരാറുണ്ട്. പക്ഷേ ഞാൻ എന്താ ചിന്തിക്കുന്നറിയോ, എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ വായിൽ നിന്ന് വീണ് പോയാൽ മതി, അതുപോരെ റിയാക്ഷൻ വീഡിയോക്കാർക്ക്. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഓരോരോ അതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് ആവാറാണ് പൊതുവെ പതിവ്. പക്ഷെ എനിക്ക് കംഫർട്ടാണ് എന്ന് തോന്നുന്നൂലേ. അതേപോലെ നമ്മൾ പറയുമ്പം അത് കേൾക്കുമെന്ന് ഉറപ്പുള്ളവരുടേതുമാണെങ്കിൽ മാത്രമേ ഞാൻ ഇൻ്റർവ്യൂസ് കൊടുക്കാറുള്ളൂ. കേൾക്കുമെന്ന് ഉറപ്പുള്ളവർ എന്ന് വെച്ചാൽ ഫോളോവേഴ്സുള്ള ആൾക്കാർ. നമുക്കിപ്പം ഫോളോവേഴ്സ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഇവിടെ ഈ നമ്മുടെ ഒരുപാട് വിഷയം എന്നെ ഹണി ട്രാപ്പുകാരി കാര്യങ്ങളൊക്കെ ആക്കിയ സമയത്ത് ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ ഇവിടുത്തെ കൗൺസിലറോട് ഞങ്ങളുടെ വീട്ടഡ്രസ്സ് ചോദിച്ചിട്ട് ഇവിടെ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്നു. അപ്പം വീടിന് നമ്മളോട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ വീട്ടിലേറ്റോളം വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടാ നമ്മുടെ വീടിൻ്റെ അടുത്തോളം വന്നതല്ലേ, അപ്പം നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കണ്ട, നീ കൊടുത്തോ, കാര്യമായിട്ടൊന്നും പറയാതിരുന്നാൽ മതി, വിവാദങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പാടെ ഇവന് ഇൻ്റർവ്യൂസ് എടുത്തു തുടങ്ങി. അപ്പം ഇവൻ്റെ ഫോണ് ഇവനെ ഓണാക്കിയിട്ട് അപ്പോൾ ക്യാമറാമാനോട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിത്രവരയിലേക്ക് എങ്ങനെ ഇറങ്ങി എന്നുള്ളത് അറിയണം. അപ്പം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്
അത് നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടി ഇല്ല എന്നാണ്. അപ്പോൾ അയാൾക്ക് പാർട്ടി അറിയണം, പാർട്ടി ഉണ്ട് എന്ന് അയാൾക്ക് നിർബന്ധം, ഇനി ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ട് എന്നുള്ളത് വരെ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാക്കനോടാണ്, കാക്കെ ഇവർക്ക് പാർട്ടിപരമായിട്ടാണ് സംസാരിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളതൊന്നും ഇവർക്ക് കേൾക്കണ്ട, ഇവർക്ക് ഇവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക ചെയ്യേണ്ടി, അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാക്ക ഞാൻ ഇൻ്റർവ്യൂ എടുക്കായതുകൊണ്ട് കാക്ക അവർക്ക് ചായയൊക്കെ ഇട്ട് ഭയങ്കര ഇതിൽ കാക്ക അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ശത്രുവാണ് വീട്ടിൽ വന്നേച്ചാൽ പോലും വെള്ളവും ചായയും കൊടുക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇവർ അയ്യോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുട്ട ചെങ്ങായി, ആ ചെങ്ങായി എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു മൊമെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു മൊമെൻ്റ് വെച്ചിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് കിട്ടും. അതേപോലെ ABC മലയാളം ഇവർ അന്ന് എന്നെ ഹണി ട്രാപ്പുകാരിയാക്കിയ സമയത്ത് എന്നോട് ഇൻ്റർവ്യൂ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പം ഇൻ്റർവ്യൂ തരാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. സ്പോട്ടിന് നെഗറ്റീവായിട്ട് ABC മലയാളത്തിൽ എൻ്റെ പൊന്നോ ഒരു ചങ്ങായിണ്ട്, അവൻ കാരണമാണ് ഞാൻ അന്ന് മെൻ്റലി അങ്ങനെയും തകർന്നു പോയൊരു സംഭവം, ആ ഒരു ചങ്ങായി കാരണം. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ജസ്റ്റിനോട് ഞങ്ങൾ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് പറയാൻ താല്പര്യം. ഇവർക്കൊക്കെ ചില മീഡിയാസിനുള്ളൊരു സംഭവമാണ്, നമ്മൾ ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല വെച്ചാൽ സ്പോട്ടിന് നമ്മുടെ കുറച്ച് നെഗറ്റീവ് ഇടും. വിത്ത് സെക്കൻഡ്സ് കൊണ്ടാണ് അവർ നെഗറ്റീവ് ഇടുക. അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂക്കാരെ നമ്മൾ ബൈക്ക് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് കംഫർട്ടാണെന്ന് തോന്നിയാലും ഞാൻ പറഞ്ഞല്ലോ, കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മാത്രമേ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാൻ കൊടുക്കാറില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് എറണാകുളം വരെ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തോലൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ വണ്ടിയുടെ എക്സ്പെൻസ് പോലും നമുക്ക് തന്നിട്ടില്ല. പിന്നീട് ഞാൻ ആ ഒരു പരിപാടി നിർത്തി, വേണമെങ്കിൽ ഇവിടെ വരിക, ഇൻ്റർവ്യൂ എടുക്കുക, പോവുക. ഞാൻ അവിടെ വരെ പോയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വണ്ടിക്കൂലിയെങ്കിലും തരുമെന്ന് വിചാരിക്കും. അവർക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിനോടും അവർക്ക് വരുമാനം തന്നെ ആയിട്ട് പിന്നെ നമുക്കാ നഷ്ടമുള്ളത്. അതുകൊണ്ട് നഷ്ടക്കച്ചവടത്തിനൊന്നിനും ഞാൻ നിൽക്കാറില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നറിഞ്ഞപ്പം വളരെയധികം സന്തോഷമായി. നമ്മൾ ഓരോന്നിൻ്റെ റീച്ച് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊന്നും പറയണമെന്ന് വിചാരിച്ച്, നമ്മൾ റീച്ച് ഇല്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ഫോളോവേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനനുസരിച്ച് മനസ്സിലാവും എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്തൊന്ന് ജസ്റ്റ് പറയാമെന്ന് കരുതി. ഓക്കെ, ടാറ്റാ.